പന്തീരാങ്കാവിൽ നവവധുവിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ യഥാസമയം കേസെടുക്കാതെ പോലീസിനെതിരെ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷൻ വിശദമായ അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ജൂണിൽ കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഉണ്ട്. ദിസ്ന, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? എടുത്തു പറയേണ്ടത്, പന്തീരാങ്കാവിൽ നവവധു ഭർത്താവിന്റെ വീട്ടിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായെന്ന് പരാതി ലഭിച്ചിട്ടും പന്തീരാങ്കാവ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യഥാസമയം കേസെടുത്തിട്ടില്ല. അത്തരത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായ സംഭവത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും ഉയർന്നു വന്നിരുന്നു. ഇത്തരത്തിൽ ഗാർഹിക പീഡന പരാതി ലഭ്യമായിട്ടും പ്രതിയായ രാഹുലിനെ സംരക്ഷിക്കുവാനാണ് പോലീസ് ശ്രമിച്ചത് എന്നടക്കമുള്ള വലിയൊരു രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് SHOനെ ഒക്കെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് വിശദമായ അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ജൂണിൽ കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദൃശ്യ.